നഴ്സിംഗ് ഗ്രാഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമായിരുന്നു, നമുക്കിപ്പോൾ LBS അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ടോക്കൺ ഫീ അടച്ച് നമുക്ക് സീറ്റ് ടെമ്പററി അഡ്മിഷൻസ് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ 3 അലോട്ട്മെന്റുകൾക്ക് മാത്രമാണ് നമുക്ക് ഹയർ ഓപ്ഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവുക. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കോളേജിനേക്കാൾ മുകളിലേക്ക് നല്ല കോളേജുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ഒരു പോസിബിലിറ്റി ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഹയർ ഓപ്ഷൻ ഫെസിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടയ്ക്കുക. ടോക്കൺ ഫീ അടച്ച് അടുത്ത 2 അലോട്ട്മെന്റുകൾ, രണ്ടാമത്തെയും മൂന്നാമത്തെ അലോട്ട്മെന്റുകളിലേക്ക് ഹയർ ഓപ്ഷന് വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കോളേജിൽ തന്നെ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാൻ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലേക്കുള്ള കോളേജ് ഓപ്ഷൻസ് എല്ലാം 0 അടിച്ച് സേവ് ചെയ്ത് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമായിരിക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ഒരു അഡ്മിഷൻ ഈ 3 അലോട്ട്മെന്റുകളിലും ഈ ഒറ്റ പ്രാവശ്യം ടോക്കൺ ഫീ അടച്ച് നമുക്ക് സീറ്റ് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ അലോട്ട്മെന്റുകൾക്ക് ശേഷം നമ്മൾ കോളേജിൽ ചെന്ന് ബാക്കി ഫസ്റ്റ് ഇയറിലെ ഫീസും സർട്ടിഫിക്കറ്റുകളും അടച്ച് നമ്മൾ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ ഉണ്ടാവുക. കഴിഞ്ഞ തവണയൊക്കെ ഏകദേശം 16-17 സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം വരുന്ന ഓരോ അലോട്ട്മെന്റുകളും സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സ്പോട്ട് അലോട്ട്മെന്റുകൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ വരുന്ന ഒരു കാര്യമാണ്. സ്പോട്ട് അലോട്ട്മെന്റുകൾ എന്ന് പറഞ്ഞാൽ കോളേജിൽ ചെന്ന് ഡയറക്റ്റ് അഡ്മിഷൻസ് എടുക്കുകയാണോ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഇവിടെയും ഓൺലൈൻ ആയിട്ട് തന്നെയാണ് നമ്മൾ അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തപ്പെടുക. അപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ വേക്കൻറ്റ് സീറ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മൂന്നാമത്തെ അലോട്ട്മെന്റുകൾക്ക് ശേഷം കോളേജിൽ റിപ്പോർട്ട് ചെയ്യാതെ വരുന്ന സീറ്റുകളൊക്കെ, അതായത് ക്യാൻസൽ ചെയ്യപ്പെടുന്ന സീറ്റുകളൊക്കെ ഈ പറയുന്ന ഒഴിവ് സീറ്റുകളായിട്ട് കൺസിഡർ ചെയ്യുകയും വേക്കൻറ്റ് സീറ്റുകളുടെ ലിസ്റ്റുകൾ നമുക്ക് LBSന്റെ വെബ്സൈറ്റിൽ കൂടെ അറിയുകയും അതിനനുസരിച്ച് വീണ്ടും ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. അവിടെ നമ്മൾ വേറെ ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഓർഡറിൽ നിങ്ങൾക്ക് കോളേജുകൾ സെലക്ട് ചെയ്ത് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ അലോട്ട്മെന്റുകൾക്ക് ശേഷവും നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, അലോട്ട്മെന്റ് ലഭിച്ചു, നിങ്ങൾക്ക് അവിടെ തന്നെ അഡ്മിഷൻ എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടയ്ക്കുക. അതുപോലെ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കോളേജിൽ ചെന്ന് ബാക്കി ഫീസും അടച്ച് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1, 2, 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും, ഉദാഹരണമായിട്ട് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് നിങ്ങൾക്ക് ഈ 3 അലോട്ട്മെന്റുകൾക്ക് നിൽക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകളിലെ ഏതെങ്കിലും വേക്കൻറ്റ് സീറ്റുകൾ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NOC നിങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ ഏറ്റവും അവസാനം നിങ്ങൾ അലോട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്നും പ്രിൻസിപ്പലിന്റെ NOC വാങ്ങിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റുകളിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റിയും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കോളേജുകളാണെങ്കിലും അഡ്മിഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് വേറെ കോളേജുകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻസ് ഉദാഹരണമായിട്ട് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏറ്റവും നല്ല മികച്ചൊരു കോളേജിലേക്ക് അഡ്മിഷൻസ് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾ പ്രിൻസിപ്പലിന്റെ അടുത്ത് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോളേജിന്റെ ഡിസിഷൻ ആണ് അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ ഡിസിഷൻ ആണ് നമ്മൾ റിലീവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഈ ഒരു വർഷം നമുക്കറിയാം മാനേജ്മെന്റ് സീറ്റുകളുടെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വളരെയധികം സമയമെടുത്ത് മാത്രമായിരിക്കും അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതിനോടകം ഒരുപക്ഷെങ്കിൽ ഈ പറഞ്ഞ LBSന്റെ മറ്റുള്ള അലോട്ട്മെന്റുകൾ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഗവൺമെന്റിൽ അല്ലെ LBS അലോട്ട്മെന്റിൽ തന്നെ തുടരണമോ അല്ലെ മാനേജ്മെന്റ് സീറ്റിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻസ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വർഷം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങൾ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പല അഡ്മിഷൻ പ്രോസസ്സുകളും ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. മാനേജ്മെന്റ് സീറ്റുകളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഇനിയും അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും അഡ്മിഷൻസ് കിട്ടാത്ത കുട്ടികൾ, LBSലേക്ക് അപ്ലൈ ചെയ്യാത്ത കുട്ടികളോ അല്ലെങ്കിൽ കേരളം വെയിറ്റ് ചെയ്യുന്ന കുട്ടികളോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇൻഡിവിജ്വൽ ആയിട്ട് അഡ്മിഷൻസ് എടുക്കുന്ന കോളേജുകളാണെങ്കിലും അസോസിയേഷന് കീഴിലുള്ള കോളേജുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൊണേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക.
അതുപോലെ തന്നെ ഏകദേശം 92% താഴോട്ടുള്ള കുട്ടികൾക്ക് കേരളത്തിൽ എങ്ങനെ അഡ്മിഷൻസ് നേടാം, അതിന് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കേരള ഗൈഡൻസ് ഗ്രൂപ്പിൽ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസ് മാക്സിമം നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരുന്നതുമായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.